നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് മുരളീകൃഷ്ണൻ, മാതൃഭൂമിയുടെ ലേഖകനായിരുന്നു. അദ്ദേഹമായിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല എന്ന നേതാവ് 2021 തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണം, UDF പരാജയപ്പെടാൻ കാരണം രമേശ് ചെന്നിത്തലയാണ് എന്ന ഒരു ചർച്ചയാണ് ഇപ്പം പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിഷയമാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടാ, ഈ രമേശ് ചെന്നിത്തലയെ പറ്റി പറയുമ്പോൾ ചേട്ടന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ പലതവണ ചുണ്ടിനും കപ്പിനും ഇടയിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരാളുണ്ട്, ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ അർഹത എന്നുകൂടി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏതാണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ച് നിർത്തിയിരുന്ന ഒരു ആളായിരുന്നു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, പ്രളയം, ആ സമയത്ത് ഗവൺമെൻറ് നടത്തിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫലപ്രദമായ ഒരു പ്രതിഫലനം കേരളീയ സമൂഹത്തിലുണ്ടായി. അത് വോട്ടായി മാറുകയും ചെയ്തു എന്നത് നമ്മൾ കാണാൻ പോകുക. രമേശ് ചെന്നിത്തലയുടെ കഴിവുകേടല്ല എന്നാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല കഴിവുകേടല്ല. രമേശ് ചെന്നിത്തല മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുത്ത് പോയപ്പോഴൊക്കെ അവിടെയൊക്കെ പരാജയമാണ് നേരിട്ടിട്ടുള്ളത്. ശരിയാണ്. കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ മാനേജ്മെന്റും രാഷ്ട്രീയ തലമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത്. അവിടെ പ്രത്യേക ലോബികളാണ് തീരുമാനിക്കുന്നത്. വ്യവസായ പ്രമുഖന്മാരാണ് സീറ്റുകൾ നിർണ്ണയിക്കുന്നത്. അവിടുത്തെ ജാതി സമവാക്യങ്ങളാണ്, അല്ലെ അവിടുത്തെ ജാട്ട് സമുദായക്കാരാണ്. അവിടെ അങ്ങനെ മറ്റ് അനവധി ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ചില സമുദായ സംഘടനകൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ കയറി കൈകടത്താൻ വരുമ്പോൾ കോമൺ പബ്ലിക് എന്ന് പറയുന്നത് സാധാരണ ജനത്തിന് നമുക്ക് വിദ്വേഷം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തീരുമാനിക്കുന്നത് കേന്ദ്ര നിരീക്ഷകനായി പോകുന്ന രമേശ് ചെന്നിത്തല അല്ല KC വേണുഗോപാലല്ല, അല്ലെ അവിടെ കേന്ദ്രത്തെ ഹൈക്കമാൻഡിൽ നിശ്ചയിക്കുന്ന ഒരാളല്ല നിശ്ചയിക്കുന്നത്. അവിടെ പരസ്പരം അടിയും വഴക്കും തമ്മിത്തല്ലുമൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾ കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യുകയും AICCക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഹൈക്കമാൻഡ് അറിയിക്കുകയും ഹൈക്കമാൻഡ് അതിനകത്ത് ഇന്ന് സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഫലപ്രദമായി അതിനെ കൂരിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമേ അവിടെ വിലപ്പോകും. പക്ഷേ ഇപ്പൊ നമ്മുടെ രമേശ് ചെന്നിത്തല ഈ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെറുതെ ഉന്നയിച്ചു പോകുന്നതല്ലാതെ ശക്തമായ ഒരു സമരം ഉണ്ടാക്കാനോ ഇതിനെതിരെ ജനകീയമായ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനോ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയാറുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, പിണറായി വിജയൻ ഒരു അടുപ്പിന്റെ കല്ലുകളാണ്. ഇവർ ചില കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കുമെന്ന് പറയാറുണ്ട്. അപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പ്രതിപക്ഷ നേതാവായിരുന്നപ്പം പിണറായി വിജയനോടൊരു സോഫ്റ്റ് കോർണർ തോന്നുകയും വേണ്ട രീതിയിൽ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ട് വരാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പൊതുവെ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണം. അത് പിണറായി വിജയനായിട്ടുള്ള ഒരു മാനസികമായ അടുപ്പം അത്തരം പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ പുള്ളി വിമുഖത കാണിച്ചു എന്നാണ് പറയുന്നത്. വെറുതെ പറയുന്നതാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. അതുപോലെ നമ്മുടെ ചന്ദ്രശേഖരന്റെ കൊലപാതകമൊക്കെ വരുന്ന സമയത്തൊക്കെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്ന് നമുക്ക് ഏകദേശം അറിയാമല്ലോ. അതെന്താണെന്ന് അത് കോൺഗ്രസിനകത്തെ രമേശ് വിരുദ്ധ വിഭാഗം തന്നെ മൂടി തുറന്നു വിട്ട ഒരു ചെറിയ ഭൂതമാണത്. കാരണം നമുക്കറിയാമല്ലോ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എക്കാലത്തെയും ഒരു വലിയ വിഭാഗീയത ഉള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഈ സംഭവം ഉണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായി നിന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അതിശക്തന്മാരായ കേരള രാഷ്ട്രീയത്തിൽ നിന്ന സമയത്ത്, ഇത്രയും വലിയ കടത്തിൽ ലോബിങ് നടന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ പ്രീണിപ്പിക്കാൻ, അല്ലെ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ അന്ന് അഴിച്ചുവിട്ട ഒരു പ്രചാരണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം പിണറായി വിജയനെ പ്രീണിപ്പിച്ച്, അല്ല ഇവർ തമ്മിൽ സഖ്യം ഉണ്ടാക്കി, അല്ലെ പിണറായി വിജയൻ രമേശ് ചെന്നിത്തല തമ്മിൽ എന്തോ സംവിധാനം ഉണ്ടാക്കി, അതൊക്കെ എന്ന് വെച്ചാൽ കേരളത്തിലെ സാമാന്യ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പം എടുത്ത ശക്തമായ നിലപാടുകൾക്കൊക്കെ വെള്ളം ചേർക്കുകയായിരുന്നു രമേശ് ചെയ്തത്, അല്ലേ? അങ്ങനെയല്ല, അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു വിഷയത്തിലൊരു നിലപാട് കൈക്കൊള്ളുമ്പോൾ അത് കണ്ണും പൂട്ടിയെടുക്കാൻ, ആ നിലപാടെടുക്കാനായിട്ട് നമുക്ക് കേരളത്തിൽ പറ്റത്തില്ല. കാരണം അതിൻ്റെ പിന്നാലെ ഒത്തിരി ജാഗ്രതയോടുകൂടിയ കണ്ണുകൾ നമുക്കുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുത്തിട്ടുള്ള ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളിനകത്തിൽ രമേശ് ചെന്നിത്തല കുറെ കൂടെ മയപ്പെടുത്തി ചില കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടാകാം. അത് അന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിലാകാം, അല്ലെങ്കിൽ മറ്റു ചില ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാകാം. പക്ഷെ അത് ഒരു പിണറായി വിജയനുമായിട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആണ് എന്നതിന് എന്താണ് ഒരു ഉദാഹരണം പറയാൻ പറ്റും? എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. രമേശ് ചെന്നിത്തല കുറെ കൂടെ ജനകീയനായി പ്രവർത്തിക്കാൻ വേണ്ടി എക്കാലവും അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണല്ലോ KSUവിൻ്റെ താലൂക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഈ പറഞ്ഞ AICC ജനറൽ സെക്രട്ടറി വരെ ആകുകയും ഒക്കെ തന്നെ 23-ാമത്തെ വയസ്സിൽ മന്ത്രിയാകുന്നതും. അതെ, പ്രവർത്തക സമിതിയിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ട പദ്ധതിയാണ് ഇപ്പോഴും. അവിടെയും രമേശ് ചെന്നിത്തലയ്ക്ക് കുറെ കൂടെ അർഹമായ സ്ഥാനങ്ങൾ കിട്ടേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് പുള്ളിക്ക് ഞാൻ പറയുമ്പോൾ ഗുണങ്ങളും കൂടെ പറയണോ, ഞാൻ എതിർത്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ പുള്ളി ആൾക്കാരോടുള്ള പെരുമാറ്റം വളരെ നല്ലതാണ്. കാരണം ഒരു പത്രക്കാരോടൊക്കെ പെരുമാറുമ്പോൾ കരുണാകരന്റെ ശരിയായിട്ടുള്ള ശിഷ്യന്റെ ഒരു ഭാവം അതിനകത്തുണ്ട്, അല്ലേ? ചിരിച്ച് കളിച്ച് സംസാരിക്കാനും അവരോട് തമാശ പറയാനും ഒക്കെ, അല്ല അവരുടെ ആരോപണത്തിന് അവര് കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ചിരിച്ചുകൊണ്ട് മറുപടി പറയാനൊക്കെ ഉള്ള കഴിവ് നമ്മുടെ 3 KC വേണുഗോപാല്, VD സതീശൻ, രമേശ് ചെന്നിത്തലയെ നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല ആ രീതിയിലൊക്കെ. അത് അദ്ദേഹം ഈ കരുണാകരന്റെ പാഠശാലയിൽ നിന്നും
പഠിച്ച ചില സദ്ഗുണങ്ങളാണ്. കാരണം ഒരു പബ്ലിക്കുമായിട്ട് അല്ലെ കൂടെ നിൽക്കുന്നവരുമായിട്ട് എങ്ങനെ പെരുമാറണം, മനസ്സിൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുക, എന്നാൽ അത് പ്രകടമാക്കാതെ തന്നെ അവരെ കൂടെ തങ്ങളുടെ സ്വാധീന വലയത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിനും അത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത് നമ്മൾ കാണാത്തത് എ കെ ആന്റണിയെ പോലുള്ള നേതാക്കളിലാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ കാണാത്തത്. കാരണം രാഷ്ട്രീയം കൃത്യമായി ബാലപാഠം ചെയ്ത് പഠിച്ച് വളർന്നു വന്നൊരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. കോൺഗ്രസിലെ UI എന്നുള്ള പിളർപ്പിൽ കരുണാകരനൊപ്പം നിൽക്കുകയും അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കുകയും പിന്നെ തുടർന്ന് കരുണാകരൻ വഴിക്ക് തന്നെ രാജീവ് ഗാന്ധിയുമായിട്ടും ഇന്ദിരാഗാന്ധിയുമായിട്ടും ഒക്കെ വളർന്നു വന്ന് ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും ചെയ്ത വളരെ തന്ത്രശാലിയായ ഒരു ആളാണ്. പിന്നെ ചേട്ടാ, ഇതിനകത്ത് ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കരുണാകരന് പത്മജയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് രമേശ് ചെന്നിത്തല ഇത്രയും ശക്തമായി വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറയാറുണ്ട്. അതിന്റെ സത്യമുണ്ടോ? രമേശിനെ തന്നെ അല്ലല്ലോ, ജി കാർത്തികന്, പിന്നെ MI ഷാനവാസ്, അദ്ദേഹം, പന്തളം സുധാകരൻ, ഇവരൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ചു കയറി വന്നവരാണ്. രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുമ്പോൾ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും ഒരു 5 പ്രവർത്തകരെ വെച്ചെങ്കിലും മിനിമം അദ്ദേഹത്തിന് പേര് വിളിച്ച് അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത് അതിന്റെ സത്യമാണ്. അല്ല, ഒരു ഗ്രാമപ്രദേശത്ത് ചെന്നാൽ അദ്ദേഹത്തിന് ഒരു മിനിമം 2-3 പേരെങ്കിലും അവിടെ നേരിട്ട് അറിയാൻ വേണ്ടി കഴിയും. എന്താ കാരണം? അദ്ദേഹം മാവേലിക്കര MP ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ഇരുന്നതാണ്, പല തവണ കോട്ടയം MP ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആയി കരുണാകരൻ്റെ മന്ത്രിസഭയിൽ. തുടർന്ന് അദ്ദേഹം നടത്തിയ ഒരു യാത്ര ഓർമ്മയുണ്ടോ? ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കേരള മാർച്ച് നടത്തിയിരുന്നു, കാസർഗോഡ് നിന്നും അങ്ങ് തിരുവനന്തപുരത്ത് പാറശാല വരെ. അന്ന് കേരളം ഇളക്കി മറിച്ചൊരു യാത്രയായിരുന്നു ആ യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ MC റോഡ് ചെങ്ങന്നൂർ വഴിയാണ് കടന്നുപോയത്. അപ്പം അങ്ങനെ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിന് കൃത്യമായി എവിടെ കുട്ടി ശബ്ദം കേൾക്കാം എന്നറിയാവുന്ന പ്രായമധികമില്ലെങ്കിലും ആ പരിണിതപ്രജ്ഞനായ ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. പ്രത്യേകിച്ചും കെ കരുണാകരനെ പോലെ വലിയ രാഷ്ട്രീയ ഭീഷ്മാചാര്യന്മാരിൽ നിന്നും കണ്ടുപഠിച്ച പാഠങ്ങൾ അവരിൽ നിന്നും പറഞ്ഞു കേട്ടത് തൊട്ടടുത്ത് നിന്ന് കരുണാകരൻ്റെ മുഴുവൻ അടവുകളും അഭ്യാസങ്ങളും കണ്ടു പഠിച്ച് വളർന്നു വന്നൊരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. എന്നാൽ MI ഷാനവാസിനോ ജി കാർത്തികനോ ആ അത്രയും ഇതിനകത്തൊരു വലിയൊരു ഇത് കിട്ടിയിട്ടില്ല എന്നൂടെ നമുക്ക് പറഞ്ഞു പോകണം. അല്ല, അദ്ദേഹം കരുണാകരൻ ഇരിക്കുന്ന കൂട്ടത്തിൽ അടുത്ത സീറ്റിലിരുന്ന് നിലയിട്ട് കഴിക്കാൻ പറ്റുന്ന ഭാഗ്യം അദ്ദേഹത്തിന് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊന്നും വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതെ ഇപ്പോൾ അതേ മതി. ഇപ്പം നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരം ചുരുക്കുമ്പോൾ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആളൊരു കേരള രാഷ്ട്രീയത്തിലെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഏറ്റവും വലിയൊരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയോട് നമ്മൾ പറയുമ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകാനായിട്ട് ശ്രമിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ വലിയ ബഹളമോ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനോ ഉണ്ടാക്കിയൊന്നുമില്ല. എനിക്ക് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടാവായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി 2.5 വർഷം ഞാനും 2.5 വർഷം അങ്ങ് ഇരുന്നു എന്ന് പറഞ്ഞു വേണ്ടി ചർച്ചയ്ക്ക് വെക്കായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ചർച്ചയ്ക്കൊന്നും അങ്ങ് അദ്ദേഹം വന്നില്ല എന്നുള്ളതും അതെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വ്യത്യസ്തമായ കരുണാകരൻ ആന്റണി ഗ്രൂപ്പ്, അതിനുശേഷം ഉമ്മൻചാണ്ടി രമേശ് ഗ്രൂപ്പ്, I ഗ്രൂപ്പ് A ഗ്രൂപ്പ്. അപ്പോൾ A ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പിലേക്ക് ഉമ്മൻചാണ്ടി സാർ വരുന്നു, I ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലേക്ക് രമേശ് ചെന്നിത്തല വരുന്നു. ഇത്രയും നല്ല വ്യക്തവും വ്യതിരിക്തവുമായിട്ടുള്ള ഈ സമഗ്രമായ ഗ്രൂപ്പാധിപത്യം കേരളത്തിലെ കോൺഗ്രസ് നടക്കുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റുമായി വരുന്നത്. പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ VD സതീശനും K സുധാകരനും തമ്മിൽ മൈക്കിന് വേണ്ടി പിടിവലി കൂട്ടുന്നതും ഞാൻ പറയാം നമ്മൾ കണ്ടിട്ടുണ്ട് കേരള സമൂഹം. അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കാതെ ഇവർ തമ്മിൽ പരസ്പര സൗഹൃദത്തോട് കൂടിയിട്ട്, എന്നാൽ തങ്ങളുടെ ഗ്രൂപ്പുകൾക്കെല്ലാം ആധിപത്യവും കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി നിന്നത്. അന്ന് KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തല ഉടക്കിട്ടായിരുന്നുവെങ്കിൽ നമുക്കറിയാം ആ ഗവൺമെൻറ് തീർച്ചയായും 2 വർഷത്തിനകം താഴെ വീഴുമായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരാൾ അദ്ദേഹം അതിന് തുനിഞ്ഞില്ല, അതിന് പോയില്ല എന്നത് നമ്മൾ വളരെ പ്രത്യേകിച്ച് എടുത്ത് കാണേണ്ട ഒരു സംഭവമാണ് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ തൂക്ക് മന്ത്രിസഭ വന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ട് MLA കൈവച്ചുകൊണ്ട് വേണേ ബലപേശാമായിരുന്നു. എനിക്ക് തന്നില്ലെങ്കിൽ ഇപ്പം ഞാനിത് വീഴിക്കുമെന്ന് പറയാമായിരുന്നു, അല്ലേ? 71 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നത് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ഒരു സീറ്റൂടെ ആളിനെ കൂടി ഇപ്പുറം മറികടം ചാടിച്ചിട്ടല്ലേ 72 കൊണ്ടുവന്നിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ നിലനിർത്തിയത്. മുസ്ലിം ലീഗ് 5ാം മന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗുകാർ കിടന്നിട്ട് സമ്മർദ്ദം ചെലുത്തി. പക്ഷേ സമ്മർദ്ദങ്ങൾ കുറേയൊക്കെ കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ 5 വർഷം CPM പോലെയുള്ള ഒരു LDF രാഷ്ട്രീയത്തെ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട്
കൊണ്ട് ആ ഗവൺമെന്റ് നിലനിൽക്കുകയുണ്ടായി എന്നത് നമ്മളൊരു ചെറിയ കാര്യമായി കാണരുത്. ഉമ്മൻചാണ്ടിക്ക് ഒരു തലവേദനയും കൊടുക്കാതെ ഉമ്മൻചാണ്ടിക്ക് വഴിയൊരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ ദ്രോഹിക്കാൻ ഞാനില്ല. ഞാൻ KPCC പ്രസിഡന്റാണ്. എന്നാൽ ഇവർ തമ്മിൽ അങ്ങനെ ഒരു പുറത്ത് പ്രകടമായ രീതി ഒരു വേർതിരിവ് കോമൺ പബ്ലിക്കിന് തോന്നിയിട്ടില്ലെന്നുള്ളതാണ് അന്നത്തെ ഒരു ഏറ്റവും ഒരു വസ്തുത എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അതിനെക്കാട്ട് വേറൊരു കാര്യം കൂടെ ചേട്ടൻ കാണേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചാണ്ടി ഉമ്മനെ കൂടെ നിർത്തി, ചിലപ്പോൾ രാഷ്ട്രീയ തന്ത്രജ്ഞമാകാം, പക്ഷെ എന്നാലും ഒരു സഹപ്രവർത്തകന്റെ മോനെ കൂടെ നിർത്തിക്കൊണ്ട് ഇപ്പം ശരിയായിട്ടും AI ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ഇപ്പം രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിലാണ്. ശരിയാണ് അല്ലേ? അപ്പോൾ അത് ഒരാൾക്ക് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകരുന്ന ഒരു സ്നേഹമാണ്. അത് എനിക്ക് ഉമ്മൻചാണ്ടിയുടെ മകന് തോന്നാം, എനിക്ക് കൂടുതൽ വിശ്വസിക്കാവുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന് ഉമ്മൻചാണ്ടിയുടെ മോന് തോന്നണമെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്നും കിട്ടിയ അറിവുകളുണ്ടല്ലോ. രമേശ് ചെന്നിത്തലയെ കുറിച്ച് എന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്ന് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മന് കിട്ടിയ അറിവുകൾ, ആ അറിവുകളായിരിക്കുമല്ലോ ഒരു പക്ഷേ അദ്ദേഹത്തെ അവർ തമ്മിൽ കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അറിവുകൾക്കപ്പുറം ചാണ്ടി ഉമ്മൻ ഇത് കണ്ടുകൊണ്ടല്ലേ വളർന്നു. അവർ പരസ്പരം ഉണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി എന്താണെന്നുള്ളത് മകൻ കണ്ട് വളർന്നത് തന്നെയാണ്. ചാണ്ടി ഉമ്മൻ അത് ഉൾക്കൊണ്ട് കാണും. അതുകൊണ്ടാണ് ഇന്ന് അച്ഛൻ മരിച്ചു, പിതാവ് പോയപ്പോൾ പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന കോൺഗ്രസിലെ ഒരു നേതാവായിട്ട് അദ്ദേഹം കാണുന്ന രമേശ് ചെന്നിത്തലയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന വലിയ സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ? അങ്ങനെ ഒരു എതിർ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളുടെ മകനെ കൂടെ നിർത്തി അവരുടെ ഗ്രൂപ്പിനെ മൊത്തം കൂടെ കയ്യിലെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ രമേശ് ചെന്നിത്തല കാരണമല്ല 2021 UDF പരാജയപ്പെടാൻ കാരണം എന്നുള്ളിടത്താണ് ചേട്ടൻ നിൽക്കുന്നത്. ഒരിക്കലുമല്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പൊ 2018 പിന്നെ പ്രളയവും തുടർന്നുണ്ടായ കോവിഡിന്റെ 1-2 ഘട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ചിലപ്പം കഴിഞ്ഞ തവണ കാരണം ഇപ്പോൾ എന്താ LDF ഉയർത്തിക്കാട്ടുന്നത്, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടത്തിയിട്ടുള്ള വലിയ വികസനങ്ങൾ, കിഫ്ബി അടക്കം നടത്തിയ വികസനങ്ങൾ, ഞങ്ങളുടെ വികസനത്തിന് വോട്ട് ഞങ്ങൾ തരൂ. കോമൺ പബ്ലിക് ചിന്തിക്കുന്നുണ്ട്. കാരണം പാലങ്ങൾ, റോഡുകൾ, ഒത്തിരി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അന്ന് 2021 ഇതൊന്നുമില്ല. 2021 പിന്നെ അധികാരത്തിൽ രണ്ടാമത് വരുന്ന സമയത്ത് ഈ പറഞ്ഞ വികസന കാര്യങ്ങൾ ഒത്തിരി ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. കിഫ്ബി ഉണ്ടാക്കിയെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി വന്നില്ല. പകരം സർക്കാരിന്റെ ശ്രദ്ധ ഈ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഗവൺമെന്റ് ഫലപ്രദമായി അവസാനത്തെ 2-3 വർഷം പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം ഡിസാസ്റ്റർ നമ്മുടെ നിലവിൽ കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെ എങ്ങനെ ജനങ്ങളെ പ്രാപ്തരാക്കാൻ നേരിടാൻ വേണ്ടി അവർ സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ ഒരു പ്രഥമ ലക്ഷ്യം. പക്ഷേ അത് ജനങ്ങളെ കൃത്യമായിട്ട് അത് നമ്മുടെ പ്രത്യേകിച്ച് പിന്നെ സ്ത്രീ സമൂഹത്തെ വളരെയേറെ അത് സ്വാധീനിച്ചു. ആ സ്വാധീനമാണ് ഈ 99 സീറ്റ് വോട്ടായിട്ട് അവിടെ മാറിയത് എന്ന് പറയാൻ കഴിയില്ല. അന്ന് ഈ ഡിസാസ്റ്റർ ഉണ്ടായിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം തുടർഭരണം ഉണ്ടാകാത്ത കേരളത്തിൽ തിരിച്ച് പിന്നെ UDF അധികാരത്തിൽ രമേശ് മുഖ്യമന്ത്രി ആകുകയും ഒരു തടസ്സവുമില്ല. രമേശ് പ്രതിപക്ഷ നേതാവിന് ശേഷമാണ് VD സതീശന്റെ ഉദയം എന്ന് പറയുന്നത്. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ മാത്രം പങ്കെടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ UDFന് പരാജയം ഉണ്ടാക്കാൻ കാരണം രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് ശക്തനാണ്, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ശക്തനായിരുന്നില്ല എന്നുള്ളൊരു വാദം പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പൊങ്ങുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് KSUവിൻ്റെ കാലം മുതൽ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ അതേ പ്രായമുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ തീർത്തും അറിയാം. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ ഒരു അപശബ്ദവും ഉണ്ടാക്കാതെ അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്. രമേശ് ചെന്നിത്തല അല്ല ഈ പരാജയത്തിന് കാരണം, തികച്ചും ജനകീയനാണ് എന്ന് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞു വെക്കുന്നത്. കാരണം മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.